നമസ്കാരം. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പ്ലാനുണ്ടോ? പക്ഷേ എവിടുന്ന് തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്നൊക്കെ ആലോചിച്ചു കൺഫ്യൂഷനായിരിക്കുവാണോ? എങ്കിൽ ഒട്ടും പേടിക്കണ്ട. ഇന്ന് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? നമുക്കൊരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഒന്ന് കണ്ണടച്ച് ആലോചിച്ചു നോക്കൂ. ഏകദേശം ഒരു 40 വർഷം മുൻപ് 1979 നിങ്ങൾ വെറും 10,000 രൂപ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിച്ചു. എന്നിട്ടത് മറന്നു. ഇന്ന് അതിന്റെ അവസ്ഥ എന്തായിരിക്കും അതിന്റെ ഇന്നത്തെ മതിപ്പ്? അതെ, നിങ്ങൾ കേട്ടത് തെറ്റിയിട്ടില്ല. ആ വെറും 10,000 രൂപയുടെ ഇന്നത്തെ മൂല്യം ഏകദേശം 4 കോടി രൂപയാണ്. ശരിക്കും ഞെട്ടിക്കുന്നൊരു കണക്കാണത്, അല്ലേ? ഇതാണ് സ്റ്റോക്ക് മാർക്കറ്റിലെ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു പവർ. ഇതെത്രത്തോളം വലുതാണെന്നറിയാൻ നമുക്കിത് മറ്റ് ഇൻവെസ്റ്റ്മെന്റുകളുമായി ഒന്ന് താരതമ്യം ചെയ്തു നോക്കാം. അപ്പൊ ശരി, സ്റ്റോക്ക് മാർക്കറ്റ് ഇത്രയും വലിയൊരു റിട്ടേൺ തന്നു. ഇതേ പണം നമ്മൾ വേറെ എവിടെയെങ്കിലും ഇട്ടിരുന്നെങ്കിലോ? സ്വർണത്തിലോ, റിയൽ എസ്റ്റേറ്റിലോ, അല്ലെങ്കിൽ ചുമ്മാ ബാങ്കിലെ ഫിക്സ്ഡ് ഡെപ്പോസിറ്റിലോ ഇട്ടിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? നമുക്കൊന്ന് നോക്കാം. ഈ ചാർട്ടിലേക്കൊന്ന് നോക്കൂ. സംഭവം വളരെ ക്ലിയറാണ്. ആ 10,000 രൂപ ബാങ്കിലൊരു ഫിക്സ്ഡ് ഡെപ്പോസിറ്റിലായിരുന്നു ഇട്ടതെങ്കിൽ ഇന്ന് കയ്യിൽ കിട്ടുക ഏകദേശം 1,00,000 രൂപ മാത്രം. ഇനി സ്വർണത്തിലാണ് നിക്ഷേപിച്ചതെങ്കിലോ അത് ഒരു 5 ലക്ഷം രൂപയായി മാറുമായിരുന്നു. കുറച്ചുകൂടി മെച്ചപ്പെട്ടത് റിയൽ എസ്റ്റേറ്റാണ്. ഏകദേശം 1 കോടി രൂപ വരെ കിട്ടിയേക്കാം. പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റ് തന്ന 4 കോടിയുടെ അടുത്തുപോലും ഇതൊന്നും എത്തുന്നില്ല. അതാണ് വ്യത്യാസം. എന്നാൽ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ കണക്ക് കണ്ട് ആവേശത്തിൽ നിങ്ങളുടെ കയ്യിലുള്ള മുഴുവൻ പണവും നാളെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ കൊണ്ടിടണം എന്നല്ല ഇതിനർത്ഥം. ഒരിക്കലുമല്ല. മറിച്ച് ദീർഘകാലത്തേക്ക്, അതായത് ഒരു 5-10 വർഷത്തേക്ക് നിങ്ങൾക്കാവശ്യമില്ലാത്ത ഒരു തുക നിക്ഷേപിച്ചാൽ കിട്ടാവുന്ന വളർച്ചയുടെ ഒരു സാധ്യത മനസ്സിലാക്കുക. അതാണ് പ്രധാനം. എന്തിന് നിക്ഷേപിക്കണം എന്നതിനെപ്പറ്റി ഇപ്പം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കാണും, അല്ലേ? ഇനി നമുക്ക് എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ്, അതിലെ പ്രധാനപ്പെട്ട ചില വാക്കുകൾ, അതിന്റെയൊക്കെ അർത്ഥമെന്താണ് എന്നൊക്കെയുള്ള ബേസിക് കാര്യങ്ങളിലേക്ക് കടക്കാം. നമ്മുടെ ഇന്ത്യയിൽ പ്രധാനമായും 2 സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണുള്ളത്. ഒന്ന് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, നമ്മൾ ചുരുക്കി BSE എന്നു പറയും. രണ്ടാമത്തേത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അതായത് NSE. ഇനി നിങ്ങൾ എപ്പോഴും കേൾക്കുന്നൊരു വാക്കായിരിക്കും ഇൻഡെക്സ് അഥവാ സൂചിക. അതെന്താണെന്ന് നോക്കാം. വളരെ ലളിതമായി പറഞ്ഞാൽ അത് മാർക്കറ്റിന്റെ ഒരു സ്കോർ ബോർഡാണ്. ഒരു ക്രിക്കറ്റ് മാച്ചിലെ സ്കോർ ബോർഡ് പോലെ. ഈ നമ്പർ മുകളിലോട്ടാണ് പോകുന്നതെങ്കിൽ മാർക്കറ്റ് മൊത്തത്തിൽ ലാഭത്തിലാണ്, താഴോട്ടാണെങ്കിൽ മാർക്കറ്റ് നഷ്ടത്തിലാണെന്നും നമുക്ക് മനസ്സിലാക്കാം. അത്രയുള്ളൂ. അപ്പോൾ ഈ 2 എക്സ്ചേഞ്ചുകളും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ എന്തൊക്കെയാ? BSE, അതായത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, 1875 തുടങ്ങിയ ഏഷ്യയിലെ തന്നെ ഏറ്റവും പഴയ എക്സ്ചേഞ്ചാണ്. അതിന്റെ സ്കോർ ബോർഡിന്റെ പേരാണ് സെൻസെക്സ്. അതിലെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച 30 കമ്പനികളാണുള്ളത്. അതേസമയം NSE തുടങ്ങിയത് 1992-ലാണ്. അതിന്റെ സൂചികയാണ് നിഫ്റ്റി. അതിലെ ഏറ്റവും മികച്ച 50 കമ്പനികളാണുള്ളത്. നമ്മൾ ആദ്യം പറഞ്ഞ ആ കണക്കില്ലേ, അതിലേക്കൊന്ന് തിരിച്ചുവരാം. 1979 വെറും 100 പോയിന്റ് എന്ന ബേസ് വാല്യൂവിൽ തുടങ്ങിയ ആ സെൻസെക്സ് ആണ് ഇന്ന് 40,000 പോയിന്റും കടന്നു കുതിക്കുന്നത്. ഈ ഒരു ഭീമമായ വളർച്ചയാണ് ആ 10,000 രൂപയെ 4 കോടിയാക്കി മാറ്റിയത്. ഓക്കെ, അപ്പോ മാർക്കറ്റിനെക്കുറിച്ചൊരു ഏകദേശ ധാരണ കിട്ടിയല്ലോ. ഇനി അടുത്ത ചോദ്യം, എങ്ങനെ ഇതിലേക്കൊന്ന് കാലെടുത്തു വെക്കാം? അതായത് ഒരു ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങാൻ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്? നമുക്ക് നോക്കാം. ഇത് വലിയ സങ്കീർണമായ പരിപാടിയൊന്നുമല്ല കേട്ടോ. വെറും 2 സിമ്പിൾ സ്റ്റെപ്പുകളേ ഉള്ളൂ. ആദ്യം കുറച്ച് ഡോക്യുമെന്റ്സ് റെഡിയാക്കി വെക്കുക. പിന്നെ അതുപയോഗിച്ച് ചില അക്കൗണ്ടുകൾ തുറക്കുക. അത്രയുള്ളൂ. നിങ്ങൾക്ക് വേണ്ടത് ആകെ ഈ 3 കാര്യങ്ങളാണ്. 1, നിങ്ങളുടെ മൊബൈൽ നമ്പറുമായി ലിങ്ക് ചെയ്ത ആധാർ കാർഡ്. 2, ഒരു പാൻ കാർഡ്. പിന്നെ 3-മതായി ഒരു ഇമെയിൽ ID. ഇവ 3 കയ്യിലുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങാനായിട്ട് നമുക്ക് പ്രധാനമായും 3 തരം അക്കൗണ്ടുകളാണ് വേണ്ടത്. അതോരോന്നും എന്താണെന്നും എവിടെയാണ് തുറക്കേണ്ടതെന്നും നമുക്കൊന്ന് നോക്കാം. ആദ്യത്തേത് ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ടാണ്. അത് മിക്കവാറും എല്ലാവർക്കും ഉണ്ടാവും, പണമിടപാടുകൾ നടത്താൻ. രണ്ടാമത്തേതാണ് ട്രേഡിംഗ് അക്കൗണ്ട്. ഓഹരികൾ വാങ്ങാനും വിൽക്കാനും വേണ്ടിയുള്ള ഒരു അക്കൗണ്ടാണിത്. മൂന്നാമത്തേത് ഡിമാറ്റ് അക്കൗണ്ട്. നിങ്ങൾ വാങ്ങിയ ഓഹരികൾ ഒരു ഡിജിറ്റൽ ലോക്കർ പോലെ ഇലക്ട്രോണിക് രൂപത്തിൽ സുരക്ഷിതമായി സൂക്ഷിക്കാനുള്ള സ്ഥലമാണിത്. ഇതിൽ ട്രേഡിംഗ് അക്കൗണ്ടും ഡിമാറ്റ് അക്കൗണ്ടും ഒരു ബ്രോക്കർ വഴിയാണ് നമ്മൾക്ക് തുറക്കാൻ സാധിക്കുക. അപ്പോ സ്വാഭാവികമായും അടുത്ത ചോദ്യം വരും, ആരാണ് ഈ ബ്രോക്കർ? അതാണ് നമ്മുടെ അടുത്ത വിഷയം.
ബ്രോക്കർ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് വരുന്നത് ചിലപ്പോൾ പഴയ സിനിമകളിലൊക്കെ കാണുന്ന പോലെ കക്ഷത്തിലൊരു ബാഗൊക്കെ വെച്ച് ഓഹരി ഓഹരി എന്ന് വിളിച്ചു നടക്കുന്ന ഒരാളുടെ ചിത്രമായിരിക്കും. എന്നാൽ ആ ധാരണയൊക്കെ അങ്ങ് മാറ്റിക്കോളൂ. അതൊക്കെ പണ്ടത്തെ കാലം. ഇന്നത്തെ കാലത്ത് ബ്രോക്കർ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെയല്ല, അതൊരു സിസ്റ്റമാണ്, ഒരു പ്ലാറ്റ്ഫോമാണ്. നിങ്ങൾ ഓൺലൈൻ ബാങ്കിങ്ങിന് മൊബൈൽ ആപ്പ് ഉപയോഗിക്കില്ലേ? അതുപോലെ ഷെയറുകൾ വാങ്ങാനും വിൽക്കാനുമുള്ള ഒരു ഓൺലൈൻ സംവിധാനം. അതാണ് ബ്രോക്കർ. പ്രധാനമായും 2 തരം ബ്രോക്കർമാരുണ്ട്. ഒന്ന് ഫുൾ സർവീസ് ബ്രോക്കർ. പേര് പോലെ തന്നെ ഇവർ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് ടിപ്പുകളും ഗൈഡൻസുമൊക്കെ തരും. രണ്ടാമത്തേത് ഡിസ്കൗണ്ട് ബ്രോക്കർ. ഇവിടെ ചാർജുകൾ വളരെ കുറവായിരിക്കും, പക്ഷേ കാര്യങ്ങളൊക്കെ നമ്മൾ സ്വന്തമായി പഠിച്ചു ചെയ്യണം. ഈ വിഷയത്തിൽ രസകരമായ ഒരു ഇംഗ്ലീഷ് ചൊല്ലുണ്ട്: ഇഫ് യു പേ പീനട്സ് യു ഗെറ്റ് മങ്കീസ്. അതായത് തുച്ഛമായ വില കൊടുത്താൽ ചിലപ്പോൾ കിട്ടുന്ന സാധനവും അതുപോലെ ഇരിക്കുമെന്ന്. അതുപോലെ തുടക്കക്കാർക്ക് നല്ലൊരു ഗൈഡൻസ് കിട്ടാൻ കുറച്ചു പണം കൂടുതൽ കൊടുത്താലും ഒരു ഫുൾ സർവീസ് ബ്രോക്കറെ തിരഞ്ഞെടുക്കുന്നതാണ് നല്ലതെന്നാണ് ചിലരുടെ ഒരു അഭിപ്രായം. എന്നാൽ ഇതൊരു വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണെന്ന് ഓർക്കണം കേട്ടോ. 2 തരം ബ്രോക്കർമാർക്കും അതിൻ്റേതായ ഗുണങ്ങളുണ്ട്. നിങ്ങളുടെ ആവശ്യമെന്താണോ, നിങ്ങളുടെ അറിവ് എത്രത്തോളമുണ്ടോ, അതനുസരിച്ച് ഏത് വേണമെന്ന് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലെ നിക്ഷേപത്തെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ചർച്ച ചെയ്തു. എന്തിന്, എവിടെ, എങ്ങനെ തുടങ്ങണമെന്നതിനെപ്പറ്റി ഒരു ചിത്രം കിട്ടിക്കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നിങ്ങളെ ഊഴാണ്. ഈ വിവരങ്ങൾ വെച്ച് നിങ്ങളുടെ സാമ്പത്തിക യാത്രയിലെ ആദ്യത്തെ ചുവടുവെപ്പ് എന്തായിരിക്കുമെന്ന് ഒന്ന് ചിന്തിച്ചു തുടങ്ങുമല്ലോ, അല്ലേ?